ഇപ്പോൾ ഓരോ ദിവസം നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് എന്തെങ്കിലും വിവാദങ്ങളിൽ ഫിറോസ് ഖാൻ കാണും. അത് ആക്ച്വലി എന്താണ് അതിന്റെ സത്യം? അല്ല, വേറൊന്നുമല്ല. വിവാദങ്ങളിലെ ചില കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് തുറന്നു പറയാൻ പേടിയുള്ള കാര്യങ്ങൾ നമ്മൾ തുറന്നു പറയുന്നു. ഓക്കെ. അത് പക്ഷേ വിവാദമായി മാറുകയാണ്. സത്യം മനസ്സിലാക്കാതെ ചിലർ അതിനെ എതിർത്ത് പറയും. ചിലർ ഒരു കാര്യവുമില്ലാതെ ഇവൻ അത് പറഞ്ഞല്ലോ, ഇവൻ ആരാ പറയാൻ എന്ന് പറഞ്ഞിട്ട് തെറി വിളിക്കാൻ പറയേണ്ട ആവശ്യമുണ്ടോ ഉണ്ടോ എന്ന് പറഞ്ഞ് തെറി വിളിക്കുന്നവരുണ്ടാകും. ഇതൊക്കെ സമ്മിശ്രമായിട്ട് കാര്യങ്ങൾ വരും. അതാണ് വിവാദമായി അങ്ങ് മാറുന്നത്. ഫിറോസ് ഖാനെ കണ്ട നാൾ മുതൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ഒരു സ്റ്റാർ വാലി അങ്ങോട്ട് മാറ്റി വെച്ച പറയേണ്ടത് ആറ് മുഖത്ത് നോക്കി പറയും. ഉറപ്പായിട്ടും പറയും. ആ ഒരു ധൈര്യം ഇവിടുന്ന വന്നേ. ആ ഒരു ധൈര്യം വന്ന് എന്ന് പറയുന്നത് അതെൻ്റെ ബ്ലഡിലുള്ള സാധനമാണ്, പണ്ടേ ഉള്ളൊരു സാധനമാണ്. പക്ഷെ അതുകൊണ്ട് ദോഷങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചിന്തിക്കത്തില്ല, അയ്യോ എനിക്കൊരു വാല്യൂ ഉണ്ട്, എനിക്ക് അഭിനയിച്ച് നിന്നാ പോരെ, എനിക്കിങ്ങനെ ഇടപെടേണ്ട ആവശ്യം ഉണ്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ടില്ലേ? ഇല്ല, അങ്ങനെ ഒരിക്കലും ഞാൻ ചിന്തിക്കില്ല. കാരണം ഞാനെന്ന ഹ്യൂമൻ ബീങ് ഇങ്ങനെയാണ്. അതിന് പട്ടിണി കിടക്കേണ്ടി വന്നാലും ഇങ്ങനെ തന്നെ ആയിരിക്കും. എനിക്കൊരു മാറ്റവും ഇല്ല. എനിക്കൊരു മാറ്റമില്ല. ഞാൻ പറയും. ഞാൻ ആരെക്കുറിച്ച് ഒരിക്കലും ഒരു കളവായ കാര്യമല്ല ഞാൻ പറയുന്നത്. എനിക്ക് പൂർണ്ണമായി അതിൽ സത്യസന്ധത ഉണ്ട് എന്ന് പറയുന്നത് അറിയാവുന്ന ഒരു കാര്യത്തിൽ മാത്രമേ ഞാൻ പ്രതികരിക്കാറുള്ളൂ. അല്ലെ അതിനെക്കുറിച്ച് ഞാൻ പറയാറുള്ളൂ. അല്ലാതെ ഊഹിച്ച് ഇപ്പോൾ പലരും പറയുന്നുണ്ട്, ബിഗ് ബോസിലുള്ള തന്നെ പല താരങ്ങളും ഊഹാപോഹം അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ട് വന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നവരുണ്ട്. ഞാൻ ഒരിക്കലും അങ്ങനെ പറയുന്നത്. എനിക്ക് വ്യക്തമായ അതിൽ എനിക്ക് ഇതിങ്ങനെയാണ് എന്നെനിക്ക് വ്യക്തമായ ബോധ്യമുള്ളൊരു കാര്യം മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഫിറോസിക്ക് ഓരോ ലൈവ് പോകുന്ന സമയത്തും ആളുകൾ പറയാറുണ്ടോ ഫെയിമിന് വേണ്ടിയാണെന്ന്? അങ്ങനെ ഫെയിമിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനൊരു ബേസിക്കലി ഒരു ഡാൻസറും കൂടിയാണ്. അങ്ങനെയാണ് ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ ഡാൻസ് ചെയ്ത് എനിക്ക് എൻ്റെ ഇൻസ്റ്റയിൽ അല്ലെങ്കിൽ റീലിട്ടാൽ മതിയല്ലോ. ഇതിനേക്കാൾ എനിക്ക് റീച്ച് കിട്ടത്തില്ലേ? എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമുക്ക്. അത് കൂടാതെ കലാപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനൊരു കണ്ടന്റ് ക്രിയേറ്ററാണ്. ഏഷ്യാനെറ്റിലെ ഏറ്റവും ഹിറ്റായിരുന്ന ഒരു ഷോ ആയിരുന്നു ഡേഞ്ചറസ് ബോയ്സ്. അതിൻ്റെ A to Z ഞാൻ തന്നെയാണ് ചെയ്തത്, ക്യാമറയ്ക്ക് മുന്നിലും പിന്നിലും. അത്തരം പരിപാടി ഇനി വേണമെങ്കിലും എനിക്ക് ചെയ്താൽ ഇതിനേക്കാൾ ഏറെ റീച്ച് കിട്ടും. അപ്പോൾ രാജകുമാരനല്ലെങ്കിലും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, ഇത് ജനം ഏറ്റെടുക്കും. അത്രത്തോളം നമ്മൾ എഫോർട്ട് ഇടുന്നുണ്ട്, ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു കാര്യവുമാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇങ്ങനെ സംസാരിച്ചിട്ട് തന്നെ വന്ന് ഫേം ആവണമെന്നൊന്നും അത് ആ തോന്നൽ തന്നെ, മറ്റുള്ളവർക്കുള്ള ആ തോന്നൽ തന്നെ ഒരു തെറ്റായ സംഭവമാണ്. പക്ഷെ എനിക്ക് തെറ്റെന്ന് തോന്നിയെടുത്ത് ഞാൻ പ്രതികരിക്കും. ഉറപ്പായിട്ടും നമ്മൾ നിലപാട്. ഇന്ന് ഫിറോസ് ഖാനെ ഞാൻ വിളിച്ചതിന് തന്നെ റീസണ്, നമ്മുടെ വിളിയിലെല്ലാം ഒരു കൂടിച്ചേരലുണ്ടാകും. എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ വന്നിട്ടായിരിക്കും വിളിച്ചത്. ഞാൻ വിളിച്ചതിന്റെ കാരണം ബിഗ് ബോസ് സീസൺ 1 മുതൽ ഇന്ന് 6 വരെ എത്തി നിൽക്കും അല്ലേ? യെസ്. അതായത് ഫിറോസ് ഖാന്റെ കഴിവ് ബിഗ് ബോസിൽ തന്നെ നമ്മൾ കണ്ട് തെളിഞ്ഞൊരു വ്യക്തികളുമാണ് നമ്മൾ. താങ്ക് യു. ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ? ഞാനിത് പല വേദികളിലും പല ലൈവുകളിലും ഒക്കെ ഞാൻ പറഞ്ഞു, 101% ഇത് റിയാലിറ്റി ഷോയാണ്, സ്ക്രിപ്റ്റ് അല്ല. നമ്മൾ പാർട്ടിസിപ്പൻസ് അല്ലെങ്കിൽ നമ്മുടെ ആ ഗെയിമേഴ്സ് അതിനകത്ത് പോയി ഒന്നും പറഞ്ഞു തരുന്നില്ല. നമ്മളൊരു ഗെയിമിനകത്ത് അകപ്പെടുകയാണ്. ഒരു ഐസൊലേറ്റഡ് പ്ലേസിൽ ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരെ ഒന്നിച്ചിട്ടിട്ട് അവർക്ക് ഇവരെ തമ്മിൽ ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് കൂടിയാൽ പോലും അവരെ ഫ്രണ്ട്ഷിപ്പിനെ പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള ഗെയിമുകൾ തരും അവർ. എൻഡ് ഓഫ് ദ ഡേ ഇതൊരു ഗെയിമാണ്. ആ ഗെയിം സ്പിരിറ്റോടെ എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. ഈ കാണുന്ന പ്രേക്ഷകർക്കാണെങ്കിൽ പോലും ഇതിന്റെ യാത്ര എങ്ങനെയാണെന്ന് അറിയാത്തവരുണ്ട്. അതിനെപ്പറ്റി ഒന്ന് പങ്കുവെക്കും. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അജിനും ഞാനും അതിനകത്ത് ചെല്ലുന്നു, അകത്ത് നിന്നായിരിക്കും നമ്മൾ കാണുന്നത് പോലും ഒരു പക്ഷേ. അപ്പോൾ കാണുമ്പോൾ ഞാനുമായിട്ട് നമുക്ക് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് അതിനകത്ത് ആദ്യം തുടങ്ങുമെങ്കിലും, പക്ഷേ ഈ ബിഗ് ബോസ് എന്ന അവർക്കൊരു ഗെയിമുണ്ട്. അവർ ഓൾറെഡി ഓരോ ഗെയിമുകൾ തരും അതിനകത്ത്. ഈ ഗെയിമുകൾ നമ്മൾ തമ്മിൽ പിരിയേണ്ട സാധനങ്ങൾ അതിനകത്ത് കൊണ്ടുവരും. അത് സ്ക്രിപ്റ്റഡ് അല്ല. നമുക്കിപ്പോൾ ഒരു ഗെയിം അവർ തരികയാണ്. ഈ ഗെയിം എന്ന് പറഞ്ഞാൽ ടോട്ടലി വരുന്ന ഗെയിം, മനസ്സിലായി? അപ്പോൾ ആ ഗെയിമിൽ നമുക്ക് ഗെയിം സ്പിരിറ്റ് കൂടെ അവർ തരുവാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ബിഗ് ബോസിൽ ചെന്നത് ഫ്രണ്ട്ഷിപ്പ് കൂടാനല്ല, വിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വിൻ ചെയ്യാനുള്ള പവർ ഉള്ളവരെ അതിനകത്ത് വിടുള്ളൂ. അപ്പം നമ്മളെ ഫ്രണ്ട്ഷിപ്പിനേക്കാൾ ഉപരി നമ്മൾ അത് വിൻ ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത്. അതുകൊണ്ടാണല്ലോ ആ ഗെയിമിൽ വരുന്നത് നമ്മൾ. സോ നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പ് അവിടെ മാറ്റും. അത് നമ്മൾ ചിലപ്പോൾ നമ്മൾ തമ്മിൽ എന്നേക്കുമായുള്ള ഫ്രണ്ട്ഷിപ്പ് വരെ ചിലപ്പോൾ പേഴ്സണലി എടുത്താൽ മാറിപ്പോണ്ട സാധനങ്ങൾ അതിൽ വരും. അങ്ങനെ വന്നിട്ടുണ്ടോ? എനിക്ക് വന്നിട്ടില്ല. ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ സീസണിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ പ്രൊവോക്ക് ചെയ്ത ഒരാളാണ്. വെറുക്കത്തുമില്ല. അപ്പൊ അത്രമാത്രം ഞാൻ മറ്റ് കണ്ടസ്റ്റന്റ്, ഞാനൊരു ഗെയിമറായിട്ടാണ് അതിനകത്ത് നിന്നത്. ഞാൻ ഫിറോസിലുപരി ഒരു ഗെയിമറായിരുന്നു. ഞാൻ മറ്റുള്ളവരെ ഞാൻ ഗെയിമറായിട്ടാണ് കണ്ടത്. അപ്പോൾ മാക്സിമം അതിനകത്ത് എത്ര കണ്ടന്റ് കൊടുക്കും. അതുകൊണ്ട് തന്നെ ഫുൾ ടൈം നമ്മൾ സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നു. ഞാൻ നിന്ന് ആ 2 മാസത്തോളം സ്ക്രീൻ സ്പേസ് നമുക്ക് തന്നെയായിരുന്നു. പക്ഷേ അപ്പം മനസ്സിലാക്കാനുള്ളത്, പുറത്തിറങ്ങിയിട്ട് ഈ എൻ്റെ സീസണിലുള്ള എല്ലാവരുമായിട്ട് സൗഹൃദം സൂക്ഷിക്കുന്ന ഒരേ ഒരാൾ ഞാനാണ് ഇപ്പോഴും. തിരിച്ചവർ അല്ല. അപ്പോൾ അതിനകത്ത് എൻ്റെ സീസണിൽ അതിനകത്ത് ഫ്രണ്ട്ഷിപ്പ് കൂടി ഒരുപാട് പേരുണ്ട്. അവരിന്ന് പുറത്ത് കണ്ടാൽ പോലും മിണ്ടില്ല. കാണുമ്പോൾ തന്നെ വഴിമാറി പോകുന്നവരുണ്ട് ഇന്നും. അതിനകത്ത് പല ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന ആൾക്കാർ. പക്ഷേ ഞാൻ അതിനകത്ത് അടിയും ബഹളമായിട്ട് നിന്ന ഒരാളാണ്. പക്ഷേ പുറത്ത്
അത് ഫിറോസ് എല്ലാവരുമായിട്ട് ഖാൻ പറയുന്നുണ്ട്, ഇവിടുന്ന് ഇറങ്ങിയ ഞാൻ ഗെയിം അവിടെ ഉപേക്ഷിച്ചു, അത്രേ ഉള്ളൂ, അതിനപ്പുറത്തോട്ട് എനിക്കില്ല. അത്രേ ഉള്ളൂ. പക്ഷെ എന്നാലും കാണുന്ന ജനങ്ങളെ മണ്ടന്മാരാക്കുമെന്ന് പലപ്പം തോന്നിയിട്ടുണ്ടോ? അതായത് ഏത് സീസൺ നോക്കിയാലും ഒരു പ്രണയ ജോഡി കാണും, അല്ലെങ്കിൽ ഒരു വിന്നർ ആകുമെന്ന് സാധ്യതയുള്ളൊരുത്തം കാണും, ഒരു ജിമ്മം കാണും. അത് സ്ക്രിപ്റ്റഡ് ആണോ അല്ലയോ? അല്ല, അത് ഈ പ്രണയവും ആദ്യം മനസ്സിലാക്കേണ്ടുള്ള അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിന് ഒന്നും അവർ പറഞ്ഞയക്കുന്നില്ല, നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ എന്നൊന്നും പറയുന്നില്ല. അത് ഉറപ്പാ, 100% ഉറപ്പാണ്. കാരണം ഞാൻ അവിടെ നിന്നതുകൊണ്ട് എനിക്കറിയാം. പക്ഷേ ഇതിനകത്ത് ചെന്ന് ഈ കണ്ടസ്റ്റന്റ് തമ്മിൽ ഒരു അവർ ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് രണ്ടുപേർക്ക് പേഴ്സണലി അറിയാം, നമ്മൾ അകത്ത് വെച്ച് കാണുന്നു, നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും, നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ്. അതാണ് ഇപ്പോഴത്തെ സീസണിൽ ഞാൻ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഗബ്രിയും ജാസ്മിനും തമ്മിൽ നടന്നത്. ഉറപ്പല്ലേ, ചോറുണ്ണുന്നവർക്ക് കണ്ടാൽ അത് എന്ത് പ്രണയമാണത്? ഒരു ദിവസം കൊണ്ടൊന്നും പ്രണയം പൊട്ടി മുളയ്ക്കത്തില്ല, പറ്റില്ല. അതുമല്ല, അത് അവർ പ്രണയമെന്ന് പറയുന്നതുമില്ല. എന്നാൽ പ്രണയിക്കുന്നവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അവർ ചെയ്യുന്നുമുണ്ട്. ഒരു ഫ്രണ്ട്സ് ചെയ്യുന്നതിന് മേളാണല്ലോ അവർ ചെയ്യുന്നത്, മനസ്സിലായി? എന്നാൽ അവരുടെ ആ വാക്കുകളിൽ പ്രണയം നമുക്ക് തോന്നുന്നുണ്ട്. ഒരു ഫ്രണ്ട്സിന് ഉമ്മ കൊടുക്കുന്നത് തെറ്റില്ലെന്നാ പറയുന്നത്. ഉമ്മ കൊടുക്കാം, പക്ഷെ അവരുടെ ഉമ്മ അങ്ങനെയാണ്. അതെ, അവർ പ്രണയാർദ്രമായിട്ടുള്ള ഉമ്മയാണ് കൊടുക്കുന്നത്. പിന്നെ അവരുടെ ആ ഒരു കെയറിങ് ഒക്കെ പ്രണയാർദ്രമായിട്ടാണ്. പക്ഷെ അത് ജനങ്ങളെ ഇങ്ങനെ ഇട്ട് മണ്ടരാക്കുന്ന രീതിയിലുള്ളൊരു പ്രണയമാണ്. ശരിക്കും ജനങ്ങൾ മണ്ടന്മാർ തന്നെ ആയിപ്പോയി. മണ്ടന്മാരായിട്ടല്ല, ഈ മണ്ടന്മാരാണെങ്കിൽ വെറുക്കില്ലല്ലോ അവരെ.